വോയിസ് റെക്കോർഡിംഗ്, ഡിസൈനിങ്, എഡിറ്റിംഗ്, മിക്സിംഗ് എന്നിവയുൾപ്പെടുന്ന വളരെ വിശാലമായ ഒരു തൊഴിൽ രംഗമാണ് സൗണ്ട് എഞ്ചിനീയറിംഗ്. സിനിമ, റേഡിയോ, ടെലിവിഷൻ, മ്യൂസിക് തുടങ്ങിയ മേഖലയുമായി ഇത് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. സർ, ഓക്കെയാണോ? ഇൻട്രൊഡക്ഷൻ അല്ലേ, കുറച്ചും കൂടി സ്ട്രെസ് ആയിട്ട് ഒന്നുകൂടി എടുക്കാം. എൻ്റെ പേര് സജി. ഞാൻ കഴിഞ്ഞ 18 വർഷമായി തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. വോയിസ് റെക്കോർഡിംഗ്, ഡിസൈനിങ്, എഡിറ്റിംഗ്, മിക്സിംഗ് എന്നിവയുൾപ്പെടുന്ന വളരെ വിശാലമായ ഒരു തൊഴിൽ രംഗമാണ് സൗണ്ട് എഞ്ചിനീയറിംഗ്. ഈ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഈ ഫീൽഡിൽ വരുന്ന സമയത്ത് ഇത് പഠിക്കാനോ അല്ലെങ്കിൽ ഇതൊരു എഞ്ചിനീയറിംഗ് വിഭാഗമാണെന്ന് അംഗീകരിക്കാനോ പോലും ഉള്ള ഒരു അവസ്ഥയുള്ള കാലമായിരുന്നില്ല അന്ന് കോഴ്സുകളോ അന്ന് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും നമുക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കണം അല്ലെങ്കിൽ ഇതൊരു കലാ വിഭാഗമായിട്ട് പോലും അംഗീകരിക്കപ്പെടാത്തൊരു സമയമായിരുന്നു അന്ന്. സിനിമ, റേഡിയോ, ടെലിവിഷൻ, മ്യൂസിക് തുടങ്ങിയ മേഖലയുമായി ഇത് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അന്ന് മീഡിയകളില്ല, ഇത്രയും ചാനലുകളില്ല, ഒരുപാട് സാധ്യതകളില്ലാത്ത ഒരവസ്ഥയിൽ അന്ന് സ്പൂളിൽ റെക്കോർഡിങ്, അന്ന് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിട്ട് സ്റ്റുഡിയോകളുള്ള കാലം, ബോംബെയിലും മദ്രാസിലും മാത്രം റെക്കോർഡിങ്ങുകൾ നടക്കുന്ന കാലം, നമ്മളെ കാസറ്റ് കേൾക്കുന്നു, പാട്ട് കേൾക്കുന്നു. ആ സമയത്ത് നമ്മൾ കോളേജുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫിലിം ക്ലബ്ബുകളൊക്കെ ഉണ്ട്, അപൂർവമായിട്ട് ക്യാമറ സൈഡുകൾ ആളുകൾക്ക് അറിയാം. എങ്കിലും പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ക്യാമറ സംവിധാനം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ആളുകൾ കൂടുതൽ കേട്ടിട്ടുള്ളൂ. അതിൻ്റെ മ്യൂസിക് സൈഡോ അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് സൈഡേ അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു സമയമായിരുന്നു. അതിനുള്ള സൗകര്യങ്ങൾ നമുക്കിവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്നതാണ് വാസ്തവം. നമ്മൾ സൗണ്ട് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു സോഫ്റ്റ്വെയർ ബേസ്ഡോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ടെക്നോളജി ബേസ്ഡ് ഒന്നൊന്നുമല്ല. ഈ ശബ്ദം, വെളിച്ചം, ഈ ദൃശ്യം, ഇതൊക്കെ എന്നും അതിൻ്റെ ടെക്നോളജിയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളൊരിക്കലും ഇത് ഇന്നിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ വന്നു, ഇന്ന് സോഫ്റ്റ്വെയർ ബേസ്ഡായി. ഇപ്പം നമ്മുടെ വീഡിയോ നമുക്കറിയാം, അല്ലെങ്കിൽ ഫിലിം ബേസ്ഡ് ഉള്ള റെക്കോർഡിങ്സ് ഫുൾ ഇപ്പോൾ ഡിജിറ്റൽ ബേസ്ഡ്, ഹാർഡ് ഡിസ്ക് ബേസ്ഡായി. ക്യാമറയുടെ ടെക്നോളജികൾ മാറി വന്നു. അപ്പോൾ കാലത്തിനനുസരിച്ച് മാറി വരുന്ന ടെക്നോളജി മാറുന്നു, പക്ഷേ അതിൻ്റെ അടിസ്ഥാനം ഒന്നായിരിക്കും. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത്, സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ പഠിക്കേണ്ട അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എപ്പോഴും. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനം ഏതായാലും ആ സ്ഥാപനത്തോട് ബന്ധപ്പെട്ടിട്ട് പ്രാക്ടിക്കലിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുക മാക്സിമം. ആ പ്രാക്ടിക്കൽസ് നമുക്ക് ഒരു വർഷത്തെ കോഴ്സായാലും ആ മുഴുവൻ സമയം പ്രാക്ടിക്കൽ നമുക്ക് കിട്ടാനുള്ള, കാരണം ഇത് എക്സ്പീരിയൻസ് കൂടി ഉണ്ടായി വരേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ ക്യാമറ ആയാലും ശരി, ശബ്ദമായാലും ശരി, ഇതിൻ്റെയൊക്കെ എത്രത്തോളം നമ്മൾ ചെയ്യുന്നു ആ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റിന് നല്ല വാല്യൂ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. എത്രമാത്രം ഹാർഡ് വർക്കിംഗ് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗം. സിനിമകളിലും മറ്റു വീഡിയോകളിലും നാം കാണുന്ന ഇറ്റ് വീഴുന്ന ഒരു മഴത്തുള്ളിയുടെ ശബ്ദം മുതൽ യുദ്ധരംഗങ്ങളിലെ കോലാഹലങ്ങൾ വരെ ആവിഷ്കരിക്കപ്പെടുന്നത് ഒരു സൗണ്ട് എഞ്ചിനീയറുടെ വിരുദിലാണ്. ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങിയ കാലം എന്ന് പറയുന്നത് സ്പൂൾ റെക്കോർഡിംഗ് ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഞങ്ങളൊക്കെ ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് രംഗത്തേക്ക് എത്തുന്നത്. പിന്നെ അത് ഏഡാറ്റ് എന്ന് പറഞ്ഞൊരു ടേപ്പ് ബേസ്ഡുള്ള ഡിജിറ്റൽ റെക്കോർഡിങ്ങിലേക്ക് മാറി. അതിനുശേഷം അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻസ് അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ബേസ്ഡ് റെക്കോർഡിങ്ങിലേക്ക് മാറി. അപ്പോൾ ഈ ഓരോ കാലഘട്ടത്തിൻ്റെയും 3 കാലഘട്ടത്തിലെയും വലിയ ട്രാൻസിഷൻസ് സമയത്തൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്ന് ഞങ്ങളുടെ ഡയറക്ടറായിരുന്ന ഫാദർ പോൾ ആലങ്ങാട്ടുകാരനുണ്ട്, ആൾ മരിച്ചുപോയി. ആളാണ് ആദ്യമായിട്ട് അമേരിക്കൻ രീതിയിലുള്ള അവിടുന്ന് PG ഡിപ്ലോമ സൗണ്ട് എഞ്ചിനീയറിങ്ങിൽ കഴിഞ്ഞ് വന്ന ആളാണ് ഈ കോഴ്സ് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് അല്ല ഇവിടുത്തെ ആളുകൾക്ക് പഠിക്കാൻ രീതിയിൽ, എന്നാൽ അവിടുത്തെ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യാസം വരാതെ ഒരു മൈക്ക് തൊട്ട് അതിൻ്റെ നിർമ്മാണം മുതൽ എങ്ങനെയാണ്, ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ നമ്മുടെ ഇവിടെ എടുക്കുന്ന ക്ലാസ്സുകൾ ഇവിടെയല്ല എല്ലായിടത്തും ആ ഒരു ഫോർമാറ്റ് തന്നെയാണ്. അതൊരു ഫോറിൻ ഫോർമാറ്റാണ്, യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. അവർ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ സോൾഡറിങ് മുതൽ
ഇലക്ട്രിക്കലാണെങ്കിൽ എൻ്റെ ഇലക്ട്രിക്കൽ ബേസ് മുതൽ, അതുപോലെ മൈക്കാണെങ്കിൽ മൈക്കിനെ കുറിച്ച് അടിസ്ഥാനം. മൈക്കൊന്നും ഒരു കാലത്തും മാറുന്ന ഒരു ഘടകമല്ല. എന്നും നിലനിൽക്കുന്ന മൈക്ക് അല്ലെങ്കിൽ അതിൻ്റെ മീഡിയം, റെക്കോർഡിങ് ചെയ്യുന്ന മീഡിയം മാത്രമേ നമുക്ക് മാറ്റം വരികയുള്ളൂ. പക്ഷേ അതിൻ്റെ അടിസ്ഥാനമെല്ലാം ഒന്നായിരിക്കും. ക്യാമറയ്ക്ക് ലെൻസ് പോലെ റെക്കോർഡിങ്ങിന് മൈക്ക്, അതുപോലെയുള്ള ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഈവൻ ഒരു കേബിള് നിർമ്മിക്കുന്നത് മുതൽ ഒരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഒരു കംപ്ലൈൻറ്റ് വന്നാൽ അത് പരമാവധി ടെക്നീഷ്യൻ്റെ സഹായമില്ലാതെ റെക്ടിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി ഒരു സൗണ്ട് എഞ്ചിനീയർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് നമ്മുടെ കോഴ്സുകൾ മുന്നോട്ട് പോകുന്നത്. സാറിന് നെക്സ്റ്റ് പേജാണ്. ഭംഗിയായി ശബ്ദത്തെ രേഖപ്പെടുത്തുക. സർ, ഭംഗിയായി ശബ്ദത്തെ രേഖപ്പെടുത്തുക, ഉദ്ദേശിച്ച രീതിയിൽ ഇഫക്റ്റുകൾ സംയോജിപ്പിച്ച് അതിനെ ക്രമപ്പെടുത്തുക, അപശബ്ദങ്ങളെ ഒഴിവാക്കുക തുടങ്ങിയവയെല്ലാം സൗണ്ട് എഞ്ചിനീയറുടെ ജോലിയുടെ പരിധിയിൽ വരുന്നവയാണ്. കേവലം തിയറി പഠിച്ചതുകൊണ്ട് മാത്രം ഈ മേഖലയിൽ ജോലി ചെയ്യാൻ കഴിയില്ല. പ്രായോഗിക പരിജ്ഞാനം കൂടിയേ തീരൂ. ഇതിനു പുറമെ ഇലക്ട്രോണിക്സിന്റെ അടിസ്ഥാന വശങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. കേവലം തിയറി തൊട്ടെടുക്കാം കേട്ടോ. ഒന്നുകൂടി റീടേക്ക്. പഞ്ച് വിടൂല്ലോ അല്ലേ? കേവലം തിയറി പഠിച്ചതുകൊണ്ട് മാത്രം ഈ മേഖലയിൽ ജോലി ചെയ്യാൻ കഴിയില്ല. പ്രായോഗിക പരിജ്ഞാനം കൂടിയേ തീരൂ. ഇതിനു പുറമെ ഇലക്ട്രോണിക്സിന്റെ അടിസ്ഥാന വശങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഓക്കെ സർ. ഇപ്പോൾ ഈ പുതിയ ടെക്നോളജി വന്നതോടുകൂടിയിട്ടാണ് ഇപ്പോൾ സൗണ്ട് എഞ്ചിനീയറിങ്ങിലേക്ക് എല്ലാവരും ശ്രദ്ധ എത്തിയതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം കമ്പ്യൂട്ടറിൽ എല്ലാവർക്കും 2 ട്രാക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ CD-കൾ ഇറങ്ങി MP3 ഉണ്ടാക്കുക. അപ്പോൾ ചെറിയ സ്കൂളിലുള്ള കുട്ടികൾ മുതൽ ഇതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യുക റിംഗ് ടോൺ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ പല മേഖലകളുണ്ട്. ഇവർക്ക് ചെറുതിൽ തന്നെ ചെറിയ ചെറിയ സോഫ്റ്റ്വെയർസൊക്കെ വെച്ച് എഡിറ്റ് ചെയ്തു. അതുപോലെ അത് മൾട്ടി ട്രാക്ക്, പിന്നീട് കോളേജിലെത്തുമ്പോൾ അവർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. ഇതൊക്കെ കോമ്പാക്റ്റ് ആയിട്ടും ഫോണിൽ വരെ, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ, ഇതൊക്കെ വലിയൊരു വിപ്ലവമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ച് ഇതൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് വരുമ്പോൾ ഇവർക്ക് കൂടുതൽ, പിന്നെ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയാസ്, ഇതിലൊക്കെ ഓരോ ടെലിഫിലിം ചെയ്യുക. അല്ലെങ്കിൽ പണ്ടൊക്കെ ഇതിനൊരു ക്യാൻവാസ് ഇത് ഇല്ലായിരുന്നു. ഇതിന് എക്സ്പോഷർ കിട്ടാൻ യാതൊരു മാർഗ്ഗങ്ങളും ഇല്ലായിരുന്നു. ഇപ്പോൾ യൂട്യൂബ് പോലെയുള്ള ഇതിൽ നമുക്ക് സിനിമകൾ ചെയ്തിടാം, അതുപോലെ നമ്മുടെ പാട്ടുകൾ ഇടാം. മീഡിയയുടെ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ക്രിയേറ്റിവിറ്റി പുറത്ത് കാണിക്കാനുള്ള ഓരോ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇതുപോലെ ഒരുപാട് കമ്പോസേഴ്സ്, ഒരുപാട് ക്യാമറ ഡിജിറ്റൽ ബേസ്ഡ് ആയതുകൊണ്ട് അങ്ങനെ കുറേ ഗുണങ്ങളുണ്ടായി. അതിൽ അട്രാക്ഷൻ ഉണ്ടായിട്ട് കുറേ ആളുകൾ ഇത് പഠിക്കാനും കൂടുതൽ പഠിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. മ്യൂസിക് റെക്കോർഡിംഗ്, മ്യൂസിക്കിൽ ഇഷ്ടപ്പെട്ട് വരുന്ന സൗണ്ട് റെക്കോർഡിംഗ് പഠിക്കാൻ ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകളുണ്ട്. സൗണ്ട് എഫക്ട്സിൽ താല്പര്യമായിട്ടുള്ളവരുണ്ട്. പിന്നെ ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ, അങ്ങനെ മ്യൂസിക്കൽ സൈഡ് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. ഇപ്പോൾ പഴയ കാലത്തെ അപേക്ഷിച്ച് ശബ്ദത്തിന് വളരെയധികം പ്രാധാന്യം, തിയേറ്ററുകൾ സിനിമ എടുക്കുകയാണെങ്കിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ്. നമ്മുടെ പ്രശസ്തനായ ശബ്ദലേഖകൻ റസൂൽ പൂക്കുട്ടി, അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് വരെ കിട്ടുകയുണ്ടായി. അപ്പോൾ നമ്മുടെ സൗണ്ടിങ് ഒക്കെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന രണ്ടാമത്തെ ഇൻഡസ്ട്രി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഹോളിവുഡ് കഴിഞ്ഞാൽ ബോളിവുഡ് ഇൻഡസ്ട്രി, അവിടുന്ന് ശ്രദ്ധിക്കപ്പെട്ട ശബ്ദലേഖകർ ഒരുപാടുണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവരുടെ ഫീൽഡിൽ സിങ് സൗണ്ട് എന്ന് പറയുന്ന ഒരു വളരെ ഒരു ഫോറിൻ രീതിയിൽ ശബ്ദം ക്യാപ്ചർ ചെയ്തെടുക്കുന്ന, അപ്പോൾ തന്നെ ലൊക്കേഷനിൽ ക്യാപ്ചർ ചെയ്യുന്ന സിങ് സൗണ്ട് ഉണ്ട്. അതിനുള്ള ഒരുപാട് ടെക്നോളജികളുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് മേഖല വേണമെങ്കിലും, പിന്നെ അത് പോരാതെ DTS മിക്സിംഗ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റീരിയോ മിക്സ്, പണ്ട് മോണോ മിക്സ് ആയിരുന്നു, ഫിലിം മിക്സ്, അത് സ്റ്റീരിയോ മിക്സ്, പിന്നെ അത് 5.1 ചാനൽ എണ്ണം കൂട്ടി.
ഇപ്പോൾ അത് ഡോൾബി അറ്റ്മോസ് വരെ എത്തി നിൽക്കുന്നു. ഒരുപാട് ടെക്നോളജികളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ആദ്യം ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം ആവശ്യമാണ്. ഇത് ഏത് ടെക്നോളജിയിലേക്ക് പോകണമെങ്കിലും നമ്മളിതൊന്നും ഒരു ബുക്ക് വായിച്ച് കിട്ടാവുന്ന, ഇപ്പോൾ ഒരുപാട് ഇൻ്റർനെറ്റിലൊക്കെ ഒരുപാട് ബുക്കുകൾ അവൈലബിൾ ആണ്, വീഡിയോ അവൈലബിൾ ആണ്. പക്ഷെ നമുക്കിതിൻ്റെ ഒരു പ്രോബ്ലം, നമ്മൾ ഒരു നീന്തൽ പഠിക്കണമെങ്കിൽ ഒരു ബുക്ക് വെച്ച് പഠിച്ചാലോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ട് പഠിച്ചാലോ എത്രമാത്രം ഫലവത്താവും. അപ്പോൾ അതിന് ഒരു അടിസ്ഥാന ട്രെയിനിങ് ഉണ്ടെങ്കിൽ നമുക്കത് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മളിതിൻ്റെ ബേസ് കറക്റ്റ് ആയിരിക്കണം. സാർ, ഇതിന്റെ ബാക്കി പോവല്ലേ? ഷുവർ, എടുക്കാം. അഭിരുചിയും താല്പര്യവുമാണ് സൗണ്ട് എഞ്ചിനീയർ ആകാൻ വേണ്ട അടിസ്ഥാന യോഗ്യത. +2 തലത്തിൽ ഫിസിക്സ് പഠിച്ചിട്ടുള്ള ഏതൊരു ബിരുദധാരിക്കും PG ഡിപ്ലോമ തലത്തിലുള്ള സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സിന് ചേരാം. സ്റ്റുഡിയോ സൗണ്ട് റെക്കോർഡിസ്റ്റ്, സൗണ്ട് എഞ്ചിനീയർ, സൗണ്ട് ഡിസൈനർ, സൗണ്ട് എഫക്ട് എഡിറ്റർ, സൗണ്ട് മിക്സിംഗ് എഞ്ചിനീയർ തുടങ്ങിയ തസ്തികകളിലാണ് ജോലി ലഭിക്കുക. ഫിലിം സ്റ്റുഡിയോകൾ, ടെലിവിഷൻ ചാനലുകൾ, മൾട്ടിമീഡിയ പോസ്റ്റ് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തുടങ്ങിയവയിലെല്ലാം സൗണ്ട് എഞ്ചിനീയർമാർക്ക് ഒട്ടേറെ അവസരങ്ങളുണ്ട്. സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പല സ്റ്റുഡിയോസിൽ വർക്ക് ചെയ്യാൻ സാധിക്കും, ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കും, മീഡിയ രംഗത്ത് എഴുതുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല സംഗീതത്തിലെയും ടെക്നിക്കൽ വർക്കുകളെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയും. അവർക്ക് തനതായ ഒരു ശൈലി ഈ രംഗത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പബ്ലിക് സൗണ്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. ഒരുപാട് ജോലി സാധ്യതകൾ ഇന്നത്തെ ആധുനിക ലോകത്തിൽ മാസ് മീഡിയയിൽ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കും. ഐ എം ജസ്നി തോമസ്. ഞാൻ ചേതന സൗണ്ട് സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യുന്നു. പണ്ടത്തെ കാലങ്ങളിൽ നമ്മൾ സ്പൂൾ മെഷീൻസാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൗണ്ട് റെക്കോർഡ് ചെയ്യാനും മറ്റു പല കാര്യങ്ങൾക്കും. പിന്നെ എന്ത് പ്രോസസ്സിങ് എഡിറ്റ് ചെയ്യാനോ ഒക്കെ ആണെങ്കിലും സ്പൂൾ മെഷീൻസും പിന്നെ ഹെവി ഹാർഡ്വെയർസാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇപ്പം നമുക്ക് ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻസ് വന്നു. അത് ഇപ്പം സോഫ്റ്റ്വെയർസാണ് യൂസ് ആക്കുന്നത്. പ്രോ ടൂൾസ്, റീസൺ, ആപ്പിൾ പ്രോ ലോജിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഗുണമേന്മയെന്ന് പറഞ്ഞാൽ അതിന് ലെസ് എക്സ്പെൻസാണ് മറ്റേതിനേക്കാളും. മറ്റ് ഹാർഡ്വെയർ പോലത്തെ ഹെവി പൈസ നമുക്ക് മുടക്കേണ്ടി വരുന്നില്ല. പിന്നെ നമുക്ക് ഹാർഡ്വെയർസ് യൂസ് ചെയ്യുന്നത് FX റാക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ നമ്മൾ പൈസ ഒത്തിരി മുടക്കുന്നു. പക്ഷേ ഇവിടെ ആണെങ്കിൽ നമുക്ക് പ്ലഗിൻസിലൂടെ വളരെ തുച്ഛമായ പൈസ കൊടുത്ത് നമുക്ക് അതെല്ലാം നമുക്ക് അതിനകത്തിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ എഡിറ്റിങ് നമുക്ക് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സ്പൂൾ മെഷീൻസൊക്കെ ആണെങ്കിൽ ഓവർ ഡബ് ചെയ്യാനും റീടേക്ക് ചെയ്യാനും ഒക്കെ ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പം നമുക്ക് എത്ര ടേക്ക് വേണേലും ഒരാൾ ഫസ്റ്റ് ഡേ വന്ന് ഒരാൾ ഫ്ലൂട്ട് എടുത്തു, സെക്കൻഡ് ഡേ വന്ന് വേറൊരാൾ തബല എടുത്തു, അങ്ങനെ ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റേജ് ഷോസോ ഗാനമേളകളൊക്കെ കാണുമ്പോൾ അറിയാം നമുക്ക് മിക്സർ ഇരിക്കുന്നത്. മിക്സിംഗ് കൺസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ മിക്സർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അനലോഗ് മിക്സിംഗ് കൺസോൾ എന്ന് പറയുമ്പോൾ അത് ഫുള്ളി അനലോഗാണ്. അതിൻ്റെ ഇൻപുട്ട് വരുന്നതും അതിൽ ഉപയോഗിക്കുന്ന എഫക്ട്സുകളായാലും അതിൽ നിന്ന് ഔട്ട്പുട്ട് പോകുന്നതെല്ലാം അനലോഗ് ആയിട്ടാണ് പോകുന്നത്. ഡിജിറ്റലിൽ വരുമ്പോൾ അതിൽ ഇൻപുട്ട് വരുന്നത് അനലോഗ്, പിന്നെ അതിൽ ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന എഫക്ട്സ് എന്ന് പറയുന്നത് ഫുള്ളി ഡിജിറ്റലായിട്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് പോകുന്നത് അനലോഗ് ആയിട്ടായിരിക്കും. പിന്നെ ഡിജിറ്റലിൽ അനലോഗ് ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ